കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്വിക്കായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഗോ ത്രൂ ചെയ്തു പോകാം, ടെക്സ്റ്റ് ബുക്കിലൂടെ ഒന്ന് ഓടിച്ചു പോകാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ കൂടെ തന്നെ നിങ്ങളും ടെക്സ്റ്റ് ബുക്ക് വയ്ക്കുക, എന്നിട്ട് ഈ ഏരിയയൊക്കെ നിങ്ങൾ കവർ ചെയ്തിരിക്കണം എക്സാമിന് മുന്നേ. ഓക്കെ, അപ്പോൾ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, കാർബണിൻ്റെ ഇമ്പോർട്ടൻസും കാർബണിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. തിങ്സ് മെയ്ഡ് ഓഫ് മെറ്റൽ കൊണ്ടുണ്ടാക്കിയ തിങ്സിൻ്റെ പേര് എഴുതാൻ, ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ തിങ്സിൻ്റെ പേര് അതേഴ്സ് എന്ന് കാറ്റഗറൈസ് ചെയ്യുന്ന പോലെ കുറച്ച് മെറ്റീരിയൽസിൻ്റെ പേരുകളാണ് അതിൽ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, മോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കോമ്പൗണ്ട്സ്. മോസ്റ്റ് ഓഫ് ദെം ആർ മെയ്ഡ് അപ്പ് ഓഫ് ദ കോമ്പൗണ്ട്സ് ഓഫ് കാർബൺ. അതാണ് അതിൽ നിന്നും മനസ്സിലാവുന്നത്. ഓക്കെ, ദെൻ food, cloth, medicine, then books and many of the things are all based on the versatile element of the carbon. അതായത് എല്ലാം എന്താണ്, കാർബണിൻ്റെ ഒരു പ്രത്യേക പ്രോപ്പർട്ടി കാരണമാണ് ഇത്രയും തിങ്സിൻ്റെ നമ്പർ നമുക്ക് കിട്ടുന്നത്. സോ എ ലാർജ് നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് ആർ ദെയർ വിച്ച് ആർ മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ. ദ റീസൺ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. 2 മെയിൻ റീസൺ ഓൾറെഡി അറിയാം, എന്തൊക്കെയാണ്, കാറ്റിനേഷനും ടെട്രാവാലൻസിയും. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറയുന്നത് ദ എമൗണ്ട് ഓഫ് കാർബൺ പ്രസൻറ്റ് ഇൻ ദ എർത്ത് ക്രസ്റ്റ് ആൻഡ് ദ അറ്റ്മോസ്ഫിയർ is very less. That is, the earth crust has only 0.02% in the form of minerals like carbonates, hydrogen carbonates, coal and petroleum. Then atmosphere has 0.03% of carbon dioxide. ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എർത്ത് ക്രസ്റ്റിൽ ചോദിക്കാറുണ്ട്, എർത്ത് ക്രസ്റ്റിൽ എത്രയുണ്ട് കാർബൺ. എർത്ത് ക്രസ്റ്റിൽ കാർബൺ 0.02%, അറ്റ്മോസ്ഫിയറിൽ 0.03% കാർബൺ ഡയോക്സൈഡ് ആണ് ഉള്ളത്, ഇൻ ദ ഫോം ഓഫ് കാർബൺ ഡയോക്സൈഡ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എർത്ത് ക്രസ്റ്റിൽ മിനറൽസിൻ്റെ ഫോമിൽ 0.02%, അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ ഫോമിൽ 0.03% ആണ് കാർബൺ ഉള്ളത്. അടുത്തത് ബോണ്ടിങ് ഇൻ കാർബൺ, ദ കോവാലൻ്റ് ബോണ്ട്. കാർബണിൽ അടങ്ങിയ ബോണ്ട്, കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിലുള്ള ബോണ്ട് എന്താണ് കാണിക്കുന്നത്, കോവാലൻ്റ് ബോണ്ടാണ് കാണിക്കുന്നത്. ഓക്കെ, എന്താണ് കോവാലൻ്റ് ബോണ്ട് എന്നുള്ളത് പറയുന്നതിന് മുന്നേ നമ്മളിവിടെ അയോണിക് കോമ്പൗണ്ട്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് പറയുന്നുണ്ട്. ഇവിടെ അയോണിക് കോമ്പൗണ്ട്സ് ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് ആൻഡ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ദ സൊല്യൂഷൻ ഓർ മോൾട്ടൺ സ്റ്റേറ്റ്. ഇത് 3rd ലെസണിൽ പഠിച്ചൊരു ഭാഗമാണ് അയോണിക് കോമ്പൗണ്ട്സിൻ്റെ പ്രോപ്പർട്ടീസ്. അയോണിക് കോമ്പൗണ്ട്സ് ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് ആൻഡ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ സൊല്യൂഷൻ ഓർ ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ്. ഓക്കെ, ഓർ ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ്. അടുത്തത് കാർബൺ കോമ്പൗണ്ട്സ് എന്നാൽ എന്താണ്, ദേ ആർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതുകൊണ്ട് തന്നെ കാർബൺ അയണിക് കോമ്പൗണ്ട്സ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാർബൺ കോമ്പൗണ്ട്സ് എല്ലാം കൂടുതലും പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. സോ കാർബൺ ഇസ് നോട്ട് എ ഫോമിങ് അയണിക് കോമ്പൗണ്ട്സ്. പിന്നെ ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അസറ്റിക് ആസിഡ് CH3COOH മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും തന്നിട്ടുണ്ട്. ക്ലോറോഫോം CHCl3, ദെൻ എത്തനോൾ CH3CH2OH, മീത്തേൻ CH4. ഇതിൻ്റെയൊക്കെ വാല്യൂ നോക്കൂ, വളരെ ചെറുതാണ്. കെൽവിൻ സ്കെയിലിൽ അതിൻ്റെ വാല്യൂ വളരെ ചെറുതാണ്. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നത് ബോയിലിംഗ് പോയിൻ്റ് ആൻഡ് മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് ഈസ് വെരി ലെസ് അല്ലേ? എന്തുകൊണ്ടാണ്? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ആർ നോട്ട് വെരി സ്ട്രോങ്. ദാറ്റ്സ് വൈ ദേ ആർ ഹാവിങ് ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. Then, since these compounds are largely non-conductors of electricity, we can conclude that the bonding in these compounds does not give rise to any ions. As they do not giving rise to any ions, ions produce ചെയ്യാത്തത് കൊണ്ട് അവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. ഓക്കെ, കാരണം അവിടെ എന്താണ്, അയണിക് കോമ്പൗണ്ട് അല്ല ഫോം ചെയ്യുന്നത്. അയണിക് കോമ്പൗണ്ട് ആണെങ്കിൽ അയോൺസ് ഉണ്ടാവും, അപ്പോൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഇവിടെ അയോൺസ് അല്ല ഉണ്ടാവുന്നത്, പകരം അവർ ഷെയറിങ് വഴിയാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അതിനെയാണ് കോവാലൻ്റ് ബോണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. ഇത് കാർബൺ കോമ്പൗണ്ട്സിൻ്റെ ജനറൽ പ്രോപ്പർട്ടിയാണ്. ക്ലിയർ ആയില്ലേ? ഇനി പറയുന്നത് നോക്കൂ, അറ്റോമിക് നമ്പർ ഓഫ് കാർബൺ ഇസ് 6. അറ്റോമിക് നമ്പർ ഓഫ് കാർബൺ ഇസ് 6. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? പറയൂ, 2,4 ആണ്. 2,4. ഓക്കെ, ഈ എക്സ്ട്രാ പറയുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സൈഡിൽ
എഴുതി വയ്ക്കുക. ഓക്കെ, അറ്റോമിക് നമ്പർ ഓഫ് കാർബൺ 6. ഇനി ഈ 6 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലും അതിൽ ലാസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോണാണ് ഉള്ളത്. ഈ 4 ഇലക്ട്രോൺ നമുക്ക് നാല് ഇലക്ട്രോൺ ഉള്ളത് രണ്ടാമത്തെ ഷെല്ലിലല്ലേ. അപ്പോൾ ആ എല്ലാ ആറ്റത്തിൻ്റെയും ടെൻഡൻസി എന്താ? അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ ടെൻഡൻസി. അപ്പോൾ കാർബണിന് ഈ 4 ഇലക്ട്രോൺ ഒന്നുകിൽ നഷ്ടപ്പെടണം, അല്ലെങ്കിൽ 4 ഇലക്ട്രോൺ വാങ്ങിക്കണം. 4 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ മാത്രം ഉണ്ടാവും. ഇനി 4 ഇലക്ട്രോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഷെല്ല് എൽ ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും. പക്ഷേ ഈ രണ്ട് കേസും പോസിബിൾ അല്ല. ഓക്കെ, so the tendency elements forming ionic compounds achieve this by gaining or losing electrons from the outermost shell. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഈ ഒരു ടെൻഡൻസി to attain a completely filled valence shell or outermost shell or to attain noble gas configuration, ഇത് ചെയ്യുന്നത് എലമെൻറ്റ്സ് ഫോമിങ് അയണിക് കോമ്പൗണ്ട്സ് ആണെങ്കിൽ അവർ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടോ ആണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത്. പക്ഷേ ഇൻ കേസ് കാർബൺ ഇറ്റ് ഹാസ് 4 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് ഷെൽ. 4 ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. ഇറ്റ് നീഡ്സ് ടു ഗെയിൻ ഓർ ലോസ് 4 ഇലക്ട്രോൺസ് ടു അറ്റെയിൻ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ 4 ഇലക്ട്രോൺ ലൂസ് ചെയ്യണം, അല്ലെങ്കിൽ 4 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണം. അങ്ങനത്തെ 2 സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. If it were to gain or lose electron, it could gain 4 electrons forming C4 minus anion. 4 ഇലക്ട്രോൺ വാങ്ങിയാൽ അത് C4 minus anion ആവും. 4 കൂടെ വാങ്ങുമ്പോൾ നെഗറ്റീവ് ചാർജ് അല്ലേ. ബട്ട് it would be difficult for the nucleus with 6 protons to hold on to 10 electrons. That is 4 extra electron. 4 ഇലക്ട്രോൺ വാങ്ങിക്കുന്ന സമയത്ത് ഇവിടെ 2ഉം 4ഉം ആയിരിക്കും. കെ ഷെല്ലിൽ 2ഉം എൽ ഷെല്ലിൽ 4ഉം ആയിരുന്നു. ഇപ്പം 4ഉം കൂടെ വാങ്ങിക്കുമ്പോൾ അതെന്താവും? 2,8, ദാറ്റ് ഇസ് 10 ഇലക്ട്രോൺ ആവും. അപ്പം ആലോചിച്ച് നോക്കൂ, 6 പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, പക്ഷേ 10 ഇലക്ട്രോൺ. ഈ 6 പ്രോട്ടോണിനെ 10 ഇലക്ട്രോണിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് C4 മൈനസ് ആനയോൺ ഫോം ചെയ്യില്ല. ഇനി ഇറ്റ് കുഡ് ലോസ് 4 ഇലക്ട്രോൺസ് ഫോമിങ് C4 പ്ലസ് കാറ്റയോൺ. But it would require a large amount of energy to remove 4 electrons, leaving behind a carbon cation with 6 protons in its nucleus, holding on to just 2 electrons. 4 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ആ 4 ഇലക്ട്രോണും കൊടുക്കുകയാണ്. അതായത് എൽ ഷെല്ലേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ ന്യൂക്ലിയസിൽ 6 പ്രോട്ടോൺ ഉണ്ട്. ജസ്റ്റ് 2 ഇലക്ട്രോൺ മാത്രമാണ് ന്യൂക്ലിയസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഈ 6 പ്രോട്ടോൺസ് 2 ഇലക്ട്രോണിനെ അത് ന്യൂക്ലിയസിലേക്ക് വലിക്കാൻ ചാൻസ് ഇല്ലേ. പിന്നെ ഈ 4 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തണമെങ്കിൽ ഒരുപാട് എനർജി നമ്മൾ സപ്ലൈ ചെയ്യണം ടു ടേക്ക് ഔട്ട് ദാറ്റ് 4 ഇലക്ട്രോൺസ്. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് കുഡ് ലോസ് 4 ഇലക്ട്രോൺസ് ഫോമിങ് C4 പ്ലസ് കാറ്റയോൺ, ബട്ട് ഇറ്റ് വുഡ് റിക്വയർ എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ടു റിമൂവ് 4 ഇലക്ട്രോൺസ്, ലീവിങ് ബിഹൈൻഡ് എ കാർബൺ cation with a 6 proton in its nucleus, holding on to just 2 electrons. അതുകൊണ്ട് ഇത് രണ്ടും നടക്കില്ല. സോ കാർബൺ സോൾവ്സ് ദിസ് പ്രോബ്ലം ബൈ ഷെയറിങ് ഇറ്റ്സ് വാലൻസ് ഇലക്ട്രോൺ വിത്ത് ദ ആറ്റംസ് ഓഫ് കാർബൺ ഓർ വിത്ത് ദ ആറ്റംസ് ഓഫ് അതർ എലമെൻറ്റ്സ്. കാർബൺ മാത്രമല്ല, മറ്റ് എലമെൻറ്റ്സ് മോളിക്യൂൾസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഷെയർഡ് പെയർ ഓഫ് ഷെയർഡ് ഇലക്ട്രോൺസ് ബിലോങ് ടു ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ബോത്ത് ദ ആറ്റംസ്, ലീഡ് ടു ബോത്ത് ആറ്റംസ് അറ്റൈനിങ് ദ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. അപ്പോൾ ഹൈഡ്രജനും ചേർന്നാലാണ് ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവുക. അപ്പോൾ ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോണും ഇനി ഒരു ഹൈഡ്രജൻ്റെ ഒരു ഇലക്ട്രോണും പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. 2 ആറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് 2 ആറ്റത്തിനും കോമൺ ആണ്. അതുകൊണ്ട് 2ലൂടെയും അതെന്ത് ചെയ്യും? റിവോൾവ് ചെയ്യും. ഓക്കെ, ഇനി ദ സിംപ്ലസ്റ്റ് മോളിക്യൂൾ ഫോംഡ് ഇൻ ദിസ് മാനർ. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. കെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്. സോ ഇറ്റ് റിക്വയർസ് 1 more electron to fill the K shell. So 2 hydrogen atoms share their electrons to form a molecule of hydrogen H2. This allows each hydrogen atom to attain the electronic configuration of the nearest noble gas helium, which has 2 electrons in its shell, K shell. Okay.
ഇവിടെ നോക്കൂ, ഹൈഡ്രജനും ചേർന്നിട്ട് ഹൈഡ്രജൻ്റെ മോളിക്യൂളായി. ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് വൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, സിംഗിൾ ബോണ്ട് ഇസ് റെപ്രസെൻറ്റഡ് ബൈ എ സിംഗിൾ ലൈൻ, ഒരു ലൈൻ ബിറ്റ്വീൻ ദ ആറ്റം. അപ്പോൾ വാട്ട് ഈസ് എ സിംഗിൾ ബോണ്ട്? എ ബോണ്ട് വിച്ച് ഈസ് ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് വൺ പെയർ ഓഫ് ഇലക്ട്രോൺ ബിറ്റ്വീൻ ദ ആറ്റം. ഇതേപോലെ തന്നെയാണ് ക്ലോറിൻ്റെ കേസിലും. ക്ലോറിന് അറ്റോമിക് നമ്പർ 17 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287 ആണ്. ലാസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്. അതിന് ഒരു ഇലക്ട്രോൺ കൂടെ വേണം. അപ്പോൾ ക്ലോറിൻ എന്ത് ചെയ്യും? ക്ലോറിൻ്റെ 7 ഇലക്ട്രോണിലെ ഒരു ഇലക്ട്രോണും വേറെ ക്ലോറിൻ്റെ 7 ഇലക്ട്രോണിലെ ഒരു ഇലക്ട്രോണും പരസ്പരം ഷെയർ ചെയ്യും. എന്നിട്ട് Cl2 മോളിക്യൂളായിട്ട് മാറും. ഓക്കെ, അടുത്തത് ഓക്സിജനാണ്. ഓക്സിജൻ്റെ കേസ് നോക്കുക. ഓക്സിജൻ ഡബിൾ ബോണ്ടാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,6. ഓക്കെ, അപ്പോൾ എൽ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആണ്. അതിന് 2 ഇലക്ട്രോൺ കൂടെ വേണം. അപ്പോൾ ഓക്സിജൻ ആറ്റം എന്ത് ചെയ്യും? ഓക്സിജൻ ആറ്റത്തിൻ്റെ ഓൾറെഡി ഉള്ള 6 ഇലക്ട്രോണിലെ, ലാസ്റ്റ് ഷെല്ലിലെ 6 ഇലക്ട്രോണിലെ 2 ഇലക്ട്രോൺ മറ്റ് ഓക്സിജൻ്റെ 2 ഇലക്ട്രോണായിട്ട് ഷെയർ ചെയ്യും. ഈ രീതിയിലാണ് ഷെയറിങ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 2 പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, സോ എ ഡബിൾ ബോണ്ട് ഇസ് ഫോംഡ് ബൈ ഷെയറിംഗ് ഓഫ് 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് between the atom. This is said to be constitute a double bond between the two atom. ക്ലിയർ ആണോ? ഇനി അടുത്തത് നോക്കൂ, നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,5 ആണ്. അതുകൊണ്ട് നൈട്രജന് 3 ഇലക്ട്രോൺ വേണം. 5 അല്ലേ, 8 ആവണമെങ്കിൽ 3 ഇലക്ട്രോൺസ് വേണം. ആ 3 ഇലക്ട്രോൺസ് 2 നൈട്രജൻ ആറ്റം പരസ്പരം ഷെയർ ചെയ്യും. 2 നൈട്രജൻ ആറ്റവും എൽ ഷെല്ലിലുള്ള ഒരു 5 ഇലക്ട്രോണിലെ 3 ഇലക്ട്രോൺ പരസ്പരം ഷെയർ ചെയ്യും. എന്നിട്ട് അത് ഫോംസ് എ ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ ദ ആറ്റം. ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യും. ഇതാണ് നൈട്രജൻ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ കാർബൺ മാത്രമല്ല, ആറ്റംസ് വിച്ച് ഫോം മോളിക്യൂൾ ആവുന്ന എല്ലാം എന്താ സംഭവിക്കുന്നത്? പിന്നെ 2 നോൺ മെറ്റൽസ് പങ്കെടുക്കുകയാണെങ്കിലും അവിടെ എന്താ സംഭവിക്കുന്നത്? കോവാലൻറ്റ് ടൈപ്പ് ബോണ്ടിങ് തന്നെയാണ് നടക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ അമോണിയയുടെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് ഫോർമുല പറയുന്നുണ്ട്. NH3 ആണ്. മീതെയിൻ CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലെയും ബയോഗ്യാസിലെയൊക്കെ മെയിൻ കമ്പോണൻ്റ് ആണ് മീതെയിൻ. CH4 എന്നാണ് ഫോർമുല. കാർബണിന് 4 ഇലക്ട്രോൺ വേണം. ടെട്രാവാലൻ്റ് ആണ്. അതുകൊണ്ട് കാർബൺ 4 ഇലക്ട്രോണ് ഈ ഹൈഡ്രജൻ്റെ ഓരോ ഇലക്ട്രോണായിട്ട് 4 ഹൈഡ്രജൻ്റെ ഓരോ ഇലക്ട്രോണായിട്ട് ഷെയർ ചെയ്യും. അങ്ങനെ CH4 എന്ന ഫോർമുല വരും. Okay, so such bonds are formed by the sharing of an electron pair between the two atoms are known as covalent bond. Okay, covalently bonded molecules are seen to have strong bond within the molecule. A bond നല്ല strong ആയിരിക്കും, but the intermolecular forces are weak. അതുകൊണ്ടാണ് this gives rise to the low melting and boiling point of these compounds. Okay, since electrons are shared between the atoms, no charged particles are formed. Such covalent compounds are generally poor conductors of electricity. പിന്നെ ഇവിടെ നോക്കൂ, മീതെയിൻ്റെ സ്ട്രക്ചറാണ്. കാർബണിൻ്റെ 4 ഇലക്ട്രോണും ഹൈഡ്രജൻ്റെ ഓരോ ഇലക്ട്രോണും പരസ്പരം ഷെയർ ചെയ്യുന്നു. അങ്ങനെ CH4, അങ്ങനെ 4 കോവാലൻ്റ് ബോണ്ട്, 4 സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇത് കാർബണിൻ്റെ അല്ലോട്രോപ്സ് ആണ്. അതായത് ഒരേ എലമെൻറ്റ് തന്നെ ഡിഫറെൻറ്റ് ഫോംസിൽ, അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വ്യത്യാസമായിട്ടുള്ള ഡിഫറെൻറ്റ് ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് അല്ലോട്രോപ്സ് എന്ന് പറയുന്നത്. കാർബണിൻ്റെ 3 അല്ലോട്രോപ്സിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദിസ് ഈസ് ഡയമണ്ട് ആണ്. ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഉണ്ട്. ഇത് എന്താണ്? ഗ്രാഫൈറ്റ്. മറ്റൊന്ന് ലെയേർഡ് ലൈക്ക് സ്ട്രക്ചറാണ് ഗ്രാഫൈറ്റിനുള്ളത്. പിന്നെ ഇതൊരു ഫുട്ബോൾ ലൈക്ക് സ്ട്രക്ചർ ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ. 60 കാർബൺ ആറ്റംസ് ആണ് ഇതിലുണ്ടാവുക. ഓക്കെ, ഈ ഒരു ഭാഗം ഒന്ന് ഗോ ത്രൂ ചെയ്യണം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.